അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിൽ ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനി IRBക്കുമെതിരെ കേസെടുത്തു. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയില്ലെന്നും കർണാടക സർക്കാരിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദീപക് വലയമയും AK അഭിലാഷും ഷിരൂരിൽ നിന്ന് തത്സമയം കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മോശം കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനത്തിനൊപ്പം തന്നെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്ന വാർത്താ സംഘം ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ആദ്യം ദീപക് വലയമയിലേക്ക്. ദീപക് വലയമ, രക്ഷാപ്രവർത്തനത്തിന്റെ 9ാം ദിവസം നമ്മളവിടെ കാണുന്നത് എന്താണ്? സുജയ, ഇന്ന് രാവിലെ മുതൽ തന്നെ പൂർണ്ണമായും രക്ഷാപ്രവർത്തന ദൗത്യം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പതിവിൽ നിന്ന് വിപരീതമായി ഇന്ന് 7 മണിയോടുകൂടി തന്നെ ആർമി സംഘം ഈ ദൗത്യ മേഖലയിലേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അതിന് പിന്നാലെ NDRFിൻ്റെയും SDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെതും അടക്കം ജീവനക്കാർ അവിടേക്ക് എത്തുകയും ആദ്യഘട്ടത്തിൽ തന്നെ മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. NDRFിൻ്റെ സംഘം നിലവിൽ പുഴയിലിറങ്ങിയുള്ള തിരച്ചിൽ ആ നിലയ്ക്ക് തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ഒരു സോളാർ സിഗ്നലും ഒപ്പം തന്നെ റഡാർ സിഗ്നലും ഒരേ മേഖലയിലേക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ആ നിലയ്ക്ക് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം സ്നിഫർ ഡോഗുകളെ പോലും എത്തിച്ച ഭൂമിക്കടിയിൽ അത്തരത്തിൽ എന്തെങ്കിലും സാന്നിധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിന് സ്നിഫർ ഡോഗുകളെ നേരത്തെ തന്നെ ഈ മേഖലയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഹെലികോപ്റ്റർ മാർഗത്തിലുള്ള പരിശോധനകൾ കൂടി മേഖലയിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഷിരൂരിലെ അപകടം നടന്ന ആ പ്രദേശത്ത് ഹെലികോപ്റ്റർ മുഖാന്തരം നിരീക്ഷണം നടത്തുന്ന നടപടികൾ പൂർണ്ണമായും പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അല്പം മുൻപ് പോലും കാർവാർ MLA ഈ മേഖലയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരത്തെ തന്നെ ഒരു 60 അടി നീളമുള്ള എക്സ്കവേറ്റർ ഈ മേഖലയിലേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ അത് വഹിച്ചു കൊണ്ടുവരുന്ന വാഹനത്തിൻ്റെ ഡീസൽ പമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ തകരാറുണ്ടാവുകയും ആ വാഹനം ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്തതിനെ തുടർന്ന് ഇതുവരെ ആ ഒരു മണ്ണുമാന്തി യന്ത്രം ഇവിടേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടില്ല. ഏതാണ്ട് ഉച്ചയോടുകൂടി ഈ ബൂം എക്സ്കവേറ്റർ ഈ മേഖലയിലേക്ക് എത്തുമെന്ന് നമ്മൾ കരുതുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 60 അടിയോളം നീളമുള്ള ഉള്ള ആ എക്സ്കവേറ്റർ ഈ മേഖലയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കരയിൽ നിന്ന് തന്നെ നദിയിലേക്ക് വീണ് കിടക്കുന്ന മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഉതകുന്ന സാഹചര്യം രൂപപ്പെടും. അങ്ങനെയെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ രക്ഷാദൗത്യം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പൂർണ്ണതോതിൽ ഈ പരിശോധനയ്ക്ക് എത്തില്ല. പക്ഷേ അതേസമയം തന്നെ സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റം ഇന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഇന്ന് അത്തരത്തിൽ ലൊക്കേഷനുകൾ പരിശോധിക്കുന്ന നടപടിയിലേക്ക് കടക്കും. അതിന് പിന്നാലെ നാളെ രാവിലെയോടെ കൂടി മാത്രമായിരിക്കും റഡാർ സിസ്റ്റം ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് ഈ മേഖലയിലേക്ക് എത്തിക്കുക. ഇന്ന് വൈകിട്ടത്തോടുകൂടി പൂർണ്ണമായും അതിൻ്റെ ബാറ്ററി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഷിരൂരിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവും. നാളെ പുലർച്ചെ മുതൽ അത്തരത്തിൽ നദിയിലെ ആഴത്തട്ടിലേക്കടക്കം അത്തരത്തിൽ ലോഹ പാർട്ടുകളുടെയൊക്കെ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ ഉതകുന്ന തരത്തിൽ ക്വിക്ക് പേ കമ്പനിയുടെ നേതൃത്വത്തിലുള്ള സംഘം അത്തരത്തിൽ പരിശോധനകൾ നടത്തുകയും ചെയ്യും. ഇന്നലെ തന്നെ കർണാടക സർക്കാർ M ഇന്ദ്രപാലിൻ്റെ സഹായം തേടിക്കൊണ്ട് കത്ത് നൽകുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായാണ് അത്തരത്തിൽ ഒരു ഏജൻസി ഇവിടേക്ക് എത്തുകയും പരിശോധനകളിലേക്ക് വ്യാപകമായി ഇടപെടുകയും ചെയ്യാൻ പോകുന്നത്. മറ്റൊന്ന്, ഈ സംസ്ഥാന സർക്കാർ, അതായത് കർണാടക സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ കോടതിയിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ആദ്യ ദിനം മുതൽ ഈ അപകടം നടന്ന ആദ്യ ദിനം മുതൽ ഇതുവരെ എന്തൊക്കെ ചെയ്തു, എവിടെയും വീഴ്ച വന്നിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതുപ്രകാരം ഈ ദേശീയപാത നിർമ്മാണം നടത്തിയിരിക്കുന്ന IRB കമ്പനിക്കെതിരെ കേസെടുത്തു എന്ന അടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കാനുള്ള തീരുമാനവും ഈ കാര്യത്തിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സമഗ്രമായ രീതിയിൽ ആദ്യഘട്ടത്തിൽ അല്പം അലംഭാവം ഉണ്ടായെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ സജീവമായ രീതിയിൽ തന്നെയുള്ള ഇടപെടൽ ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് ഷെഡ്യൂളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാകുമ്പോഴത്തേക്കും ഏതെങ്കിലും വിധത്തിൽ ആശാവഹമായ രീതിയിലുള്ള ഒരു ഉത്തരം നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എവിടെയാണ് അർജുൻ, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ ഇന്ന് തന്നെ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അല്പം മുൻപ് കാർവാർ MLA സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹവും പറയുന്നത് ഇന്നെങ്കിലും അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഈ നദിയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെയൊക്കെ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഗംഗാബാലി എന്ന് പറയുന്നത് വലിയ തരത്തിൽ കുത്തൊഴുക്കുണ്ട്, ഒപ്പം തന്നെ അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് ഈ സ്കൂബ ഡൈവേഴ്സിനുൾപ്പെടെ താഴെ തട്ടിലേക്ക് കടന്ന് പരിശോധനകൾ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും മഴ ഇടവിട്ട് പെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അത്ര കണ്ട് ദുഷ്കരമല്ല നിലവിലെ സാഹചര്യമെന്ന് നമുക്ക് പറയാൻ സാധിക്കും.